Hello, my little butterflies. Welcome back to my EC school. How are you? Are you fine? All of you fine? Are you happy today? Then everybody clap, everybody clap. Oh, wow, good boys and girls. Everybody clapping very nicely. എല്ലാവർക്കും കൈയടിക്കാൻ അറിയാം അല്ലേ? നല്ല കുട്ടികളാണല്ലോ. ഓക്കെ, എല്ലാവർക്കും പാട്ട് പാടാൻ അറിയാമോ? ആണോ? അറിയാമോ? ഓക്കെ, എനിക്ക് മിസ്സിന്റെ കൂടെ ഒരു പാട്ട് പാടാമോ? റെഡി അല്ലേ? ആർ യു റെഡി ടു സിംഗ് വിത്ത് മീ? ഐ എം ഗോയിങ് ടു സിംഗ് വൺ റൈം. ഓക്കെ. Johnny, Johnny, yes, Papa. Eating sugar, no, Papa. Telling lies, no, Papa. Open your mouth, ha, ha, ha. Wow, good children. Do you like this rhyme? Really? Uh-huh. Good children ആണല്ലോ. Okay. So today we are going to learn curved line. എവ്രിബഡി സേ കർവ്ഡ് ലൈൻ. എങ്കിലേ നമുക്ക് കർവ്ഡ് ലൈൻ എന്താണെന്ന് പഠിച്ചാലോ? മിസ്സിന്റെ കുട്ടികളെല്ലാരും ബീച്ചിൽ പോയിട്ടുണ്ടോ? ഉണ്ടോ? ബീച്ച് കണ്ടിട്ടുണ്ടോ എല്ലാരും? അതെ, ഇവിടെ ഒരു ബീച്ച് കാണുന്നുണ്ടോ? അതാ അവിടെ ഒരു ഡോൾഫിൻ ചാടിക്കളിക്കുന്നുണ്ടല്ലേ? ചാടിക്കളിക്കുന്നത് കാണുന്നുണ്ടോ? ആ ഡോൾഫിന്റെ ഷേപ്പ് എന്ത് ഷേപ്പാണ്? ഒരു കർവ്ഡ് ലൈൻ പോലെ ഉണ്ടല്ലേ? ദേ മിസ് അത് കാണിച്ചു തരാനായി ഒരു കർവ്ഡ് ലൈൻ വരഞ്ഞിട്ടുണ്ടേ. അതുപോലെ തന്നെ ഈ സൈഡിലും കാണുന്നില്ലേ ഒരു കർവ്ഡ് ലൈൻ? മിസ്സിന്റെ മക്കള് ശ്രദ്ധിച്ചു നോക്കിക്കേ, കാണുന്നില്ലേ കർവ്ഡ് ലൈൻ? ഈ കർവ്ഡ് ലൈൻസിൽ തന്നെ ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്, അപ്പ്, ഡൗൺ അങ്ങനെ പല ടൈപ്പിൽ എഴുതാൻ പറ്റൂ കേട്ടോ. ആദ്യം മിസ്സിന്റെ അപ്പ് കർവ്ഡ് ലൈൻ കാണിച്ചു തരാം കേട്ടോ. ദേ കണ്ടില്ലേ, മുകളിൽ നിന്ന് തുടങ്ങി അപ്പ് ഇങ്ങനെ നമ്മൾ ചെയ്യണം കേട്ടോ. അപ്പ് കർവ്ഡ് ലൈൻ. എവ്രിബഡി ലിസൺ ഹിയർ. ഓക്കെ, ഇതെന്താണ് വായിക്കുക? അപ്പ് കർവ്ഡ് ലൈൻ. ഓക്കെ, നെക്സ്റ്റ് ഡൗൺ കർവ്ഡ് ലൈൻ. ദേ ഇങ്ങനെ പെൻസിൽ വെച്ച് ഇങ്ങനെ എഴുതണം. അപ്പൊ എന്താ വായിക്കുക? ഡൗൺ കർവ്ഡ് ലൈൻ. എവ്രിബഡി സേ ഡൗൺ കർവ്ഡ് ലൈൻ. നെക്സ്റ്റ് ലെഫ്റ്റ് കർവ്ഡ് ലൈൻ. Okay, everybody listen here. This is the way we want to write left curved line. Everybody say left curved line. Next, right curved line. Do you know how to write right curved line? Everybody listen carefully. This is the way we want to draw right curved line. Everybody say right curved line. Okay, next everybody take your notebook. നമുക്ക് എഴുതുവാനായി പഠിക്കണ്ടേ? ഓക്കെ, then everybody take your notebook, crayons and pencil. ദേ മിസ് ഇവിടെ ഒരു ഫിഷിനെ വരഞ്ഞു വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? അതുപോലെ നിങ്ങളുടെ പേരൻസിനോട് പറയണേ, ഒരു ഫിഷിനെയും അതിന് താഴെയായി ഇതുപോലെ വാട്ടർ വരഞ്ഞു തരാനായി പറയണേ. ഓക്കെ, ഇതില് മിസ് ഇതുപോലെ ഈ ഫിഷിന്റെ ഈ സൈഡിലായിട്ട് കർവ്ഡ് ലൈൻ വരഞ്ഞു കൊടുക്കുന്നുണ്ട്, കാണുന്നുണ്ടോ? എല്ലാവരും ഇതുപോലെ കർവ്ഡ് ലൈൻ വരഞ്ഞു കൊടുക്കണം കേട്ടോ. ദേ മിസ് ഇവിടെ താഴെയും കൂടി കർവ്ഡ് ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം നിങ്ങളെ പാരൻസിനോട് വരഞ്ഞു തരാനായിട്ട് പറയണേ, എങ്കിലേ നിങ്ങൾക്ക് ഇത് ഫില്ല് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ദേ നെക്സ്റ്റ് പേജിൽ മിസ് ഒരുപാട് ഫ്ലവേഴ്സ് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഫ്ലവേഴ്സിനെല്ലാം പെറ്റൽസിൽ ഔട്ട്ലൈൻ ഇട്ട് കൊടുത്തിട്ടില്ല, കാണുന്നുണ്ടോ? അപ്പൊ നമുക്ക് അതിന് ഔട്ട്ലൈൻ കൂടി ഇട്ട് കൊടുത്താലോ? എവ്രിബഡി ടേക്ക് വൺ പെൻസിൽ ഓർ ക്രയോൺസ് ആൻഡ് ഡു ലൈക്ക് ദിസ്. ഓക്കെ, ഇതുപോലെ ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കണം കേട്ടോ. എല്ലാ ഫ്ലവേഴ്സിനും മിസ് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുന്നത് പോലെ നല്ല ഭംഗിയിൽ ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കണം കേട്ടോ. ഡിയർ പാരൻസ്, നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഇതുപോലുള്ള പിക്ചേഴ്സ് മക്കളുടെ ബുക്കിൽ വരഞ്ഞു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അങ്ങനെ വരഞ്ഞു കൊടുത്താലാണ് നമ്മുടെ മക്കൾക്ക് ഇത്തിരിയും കൂടി ഇതുപോലെ എഴുതാനും പഠിക്കുവാനും വായിക്കാനുമുള്ള ഇൻട്രസ്റ്റ് കൂടി വരികയുള്ളൂ കേട്ടോ. ദേ നെക്സ്റ്റ് പേജിൽ മിസ് അപ്കർവ് കൂടി വരഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൂടി നിങ്ങൾ നല്ലൊരു പെൻസിൽ എടുത്തിട്ട് ഇതുപോലെ കറക്റ്റായി എഴുതി കൊടുക്കണം കേട്ടോ. ഓക്കെ, റെഡി? അതുപോലെ നെക്സ്റ്റ് പേജിൽ ഡൗൺ കർവ് കൂടി വരഞ്ഞു കൊടുക്കണം കേട്ടോ. അതിനുശേഷം അതുകൂടി ഫില്ല് ചെയ്യണേ. എന്നിട്ട് എന്ത് ചെയ്യണം? മിസ്സിന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഒരു ഡൺ എന്ന മെസ്സേജ് അയക്കണം കേട്ടോ. ഓക്കെ, മിസ്സിന്റെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching. Bye bye. See you next time.